ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ കൂടെ ചേർന്നു. ഡോക്ടർ, രാജ്യത്ത് കോവിഡ് ആശുപത്രികളിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ച് വരികയാണ്. എത്രത്തോളം സജ്ജമാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് എന്ന് തന്നെ വേണം നമുക്കിതിൽ കാണാൻ കഴിയേണ്ടത്. കാരണം ഓക്സിജൻ പ്ലാന്റ്, വെന്റിലേറ്റർ, അവശ്യ സൗകര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ മൻസുഖ് മണ്ഡവ്യയുമായി നിരവധി ഡോക്ടർമാർ ചർച്ച നടത്തിയിരുന്നു ഈ വിഷയത്തിൽ. അപ്പോൾ രാജ്യത്ത് നിലവിലുള്ള സ്ഥിതിഗതികൾ എന്താണെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും അവിടെ പങ്കുവെക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ വിഷയങ്ങൾ ഊന്നി പറയുകയുണ്ടായി. അതായത് മോക്ക് ഡ്രില്ലുകൾ നടത്തുന്നതിന്റെ ആവശ്യകതയെ പറ്റിയും, അതായത് രാജ്യം നമ്മുടേത് വളരെ വലിയൊരു രാജ്യമാണ്. അതിന്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം എന്നില്ല. മാത്രമല്ല, മുൻപുണ്ടായിരുന്ന സൗകര്യങ്ങൾ, പാൻഡമിക് സജീവമായി നിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന സജ്ജീകരണങ്ങളും മാൻ പവറും ഇപ്പോൾ ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നാലാമത്തെ ഒരു തരംഗം വരുമോ ഇല്ലേ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് ഒരു തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് മോക്ക് ഡ്രിൽ വേണം എന്ന് ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മോക്ക് ഡ്രിൽ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി പറയുകയാണ്. നമ്മൾ ഏത് പബ്ലിക് ഹെൽത്ത് എമർജൻസി എടുത്താലും ശരി, മെഡിക്കൽ എമർജൻസി, ഉദാഹരണത്തിന് ഒരു കാർഡിയക് അറസ്റ്റ് ആയിക്കോട്ടെ, ഒരു തീപിടുത്തം കൊള്ളട്ടെ, എയർപോർട്ട് സംബന്ധിച്ച ഒരു എമർജൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടാങ്കർ ലോറി മറിഞ്ഞ് കെമിക്കൽ സ്പിൽ ഉണ്ടാകുന്ന എമർജൻസി, ഇതിനെല്ലാം മോക്ക് ഡ്രിൽ നടത്തുന്നത് സാധാരണ ഒരു സംഗതിയാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് മെഡിക്കൽ കെയർ. അത് മറ്റൊന്നിനുമല്ല, ഒരു എമർജൻസി നടക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ടതുണ്ട്. അതിന് മാൻ പവർ വേണം, അതിന് സിസ്റ്റംസ് വേണം, പ്രോസസ്സ് വേണം. ഈ മൂന്ന് സംഗതികളും ഉണ്ടെങ്കിൽ മാത്രമേ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മോക്ക് ഡ്രിൽ നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു എമർജൻസി അല്ലെങ്കിലും അത് ഉള്ളതുപോലെ സങ്കല്പിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, പരിഹരിക്കാവുന്ന ന്യൂനതകൾ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുകയും എളുപ്പത്തിൽ പരിഹരിക്കുകയും ചെയ്യാം. അതിന് ചിലവൊന്നും ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് ഒരു എമർജൻസി ഉള്ള സമയത്ത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരിക. അത് ഏത് ഫീൽഡിലും അത് ബാധകമാണ്. നമ്മുടെ ഗവൺമെന്റ് അഡൽട്ട് വാക്സിനേഷൻ റോൾ ഔട്ട് ചെയ്യുന്ന സമയത്തും കോവിഡ് വാക്സിനേഷൻ റോൾ ഔട്ട് ചെയ്യുന്ന സമയത്തും മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറിലും പ്രോസസ്സിലും ധാരാളം ഏറ്റക്കുറച്ചിലുണ്ട്. കേരളം പൊതുവെ മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമാണ് പണ്ട് മുതൽക്ക് തന്നെ. അതുകൊണ്ട് തന്നെ കേരളത്തിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, നമ്മുടെ ഓക്സിജൻ സപ്ലൈക്കും മറ്റും ഇന്നേ വരെ നമ്മുടെ രാജ്യത്ത് ഉള്ള സപ്ലൈ വെച്ച് നോക്കുമ്പോൾ ഇന്നേ വരെ ഓക്സിജനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്ന് വെച്ച് അത് നമ്മൾ കണ്ണടച്ചിരിക്കരുത് എന്നുള്ളതല്ല, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ, ഒരു ജാഗ്രത തന്നെയാണ് എല്ലാവരും എടുക്കേണ്ടത് അല്ലേ? തീർച്ചയായും പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. പക്ഷെ അതേസമയം ഇതിനെ ലഘൂകരിക്കുകയും ചില അവസരത്തിൽ പരിഹസിക്കുകയും ഇതിനെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി. അത് മാത്രമല്ല, കുറെ വ്യാജമായിട്ടുള്ള കുറെ കോവിഡിനെതിരായിട്ടുള്ള കുറെ വ്യാജ വാർത്തകളും ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളെല്ലാം പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ട് രീതിയിലും വ്യാജ വാർത്തകളുണ്ട്. അമിതമായി ഭയപ്പെടുത്തുകയും തെറ്റായ ശാസ്ത്രീയമെന്ന് തോന്നിപ്പിക്കുന്ന റൈറ്റപ്പുകളിൽ, ഞാൻ കഴിഞ്ഞ ദിവസം അതേപ്പറ്റി എഴുതിയത്, ശാസ്ത്രീയമെന്ന രീതിയിൽ തുടങ്ങുന്ന ഒരു റൈറ്റപ്പ് അതിന്റെ പകുതിയിൽ അവർ വിഷം കുത്തിവെച്ച് തെറ്റായ വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തും. അപ്പോൾ അത് ഭീതിപ്പെടുത്തുന്ന വ്യാജ വാർത്തകൾ, തിരിച്ചുള്ള വ്യാജ വാർത്തകളുണ്ട്. കോവിഡ് ഇവിടെ ഇല്ല, അത് തെറ്റാണ്. ഇന്ന് തന്നെ മറ്റൊരു വാർത്ത ആരോ ഇങ്ങനെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇങ്ങനെ പറഞ്ഞു, കോവിഡ് എന്നുള്ളത് വ്യാജമാണ്. അങ്ങനെയുള്ള രീതിയിലുള്ള പല വ്യാജ വാർത്തകളും അതിവേഗം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് അപലപനീയമാണ്. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഒരാളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും ഒരു 2022 നമുക്ക് ഏത് കൃത്യമായിട്ടുള്ള അറിവ് വേണമെങ്കിലും ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റുകളും സ്രോതസ്സുകളും നിലവിലിരിക്കെ ഇങ്ങനെയുള്ള വ്യാജ വാർത്തകൾ വീണ്ടും വീണ്ടും വരുന്നതും പ്രചരിപ്പിക്കുന്നതും തീർച്ചയായിട്ടും നമുക്ക് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടതായിരുന്നു, ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളിലും മാസ്ക്, സാനിറ്റൈസർ എല്ലാവരും തന്നെ ഉപയോഗിച്ച് വരുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് ആളുകൾ മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കുന്നവരെ കളിയാക്കുന്ന ഒരു രീതിയിൽ തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇനി എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? ഈ കോവിഡിനെ നമുക്ക് തടയണമെങ്കിൽ ഈ മാസ്കും സാനിറ്റൈസറും പോലുള്ളവ സ്വയം കരുതിയാൽ മാത്രമേ അതിനെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് കാണാൻ കഴിയുകയുള്ളൂ.
തീർച്ചയായും വളരെ നല്ലൊരു പോയിന്റാണ് ഈ പറഞ്ഞത്. സമൂഹമായി മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു രീതി മുൻപ് വടക്കേ ഇന്ത്യയിലും മറ്റുമായിരുന്നു കഴിഞ്ഞ വർഷവും മറ്റും കേട്ടിരുന്നത്. ഇപ്പോഴത് കേരളത്തിലും വന്ന് കൂടിയിരിക്കുകയാണ്. നമ്മൾ ഒരാൾ വസ്ത്രം ഇടുമ്പോൾ അയാളെ കളിയാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ഒരാൾ മാസ്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് ആ വ്യക്തിക്ക് വായുജന്യമായിട്ടുള്ള വൈറസുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഒരുപക്ഷെ ആ വ്യക്തിയുടെ കൂടെയുള്ള വ്യക്തികൾ ചിലപ്പോൾ പ്രായം ചെന്നവരായെന്നിരിക്കാം, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം ഈ വ്യക്തി കുറച്ചുകൂടി ജാഗ്രത കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നാട്ടിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. മാത്രവുമല്ല, ഈ പാൻഡമിക്കിന് ഒറ്റമൂലിയില്ല. ഒരൊറ്റ ചികിത്സയോ ഒരു ഇഞ്ചക്ഷനോ വാക്സിനോ ഇതിനില്ല. വാക്സിൻ ഫലവത്താണ്, ഗുരുതര രോഗം വരാതിരിക്കുന്നതിൽ ഫലവത്താണെങ്കിലും അനേകം നടപടികൾ ഒരേ സമയത്ത് മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഒരു കേടുപാടുകൾ കൂടാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും എല്ലാ സമയവും മാസ്ക് വെക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിന്റെ ആവശ്യം കൂടി വരും. ചില പ്രത്യേക സമയങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. ആ സമയത്ത് എല്ലാ വിവരങ്ങളും കണക്കിലെടുത്ത് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ അത് പാലിക്കണമെന്നുള്ളതാണ് പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ കർത്തവ്യം. കാരണം പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് എല്ലാവരും പാലിച്ചാൽ മാത്രമേ രാജ്യത്തിന് ഗുണമുണ്ടാവുകയുള്ളൂ. അതല്ലാതെ എനിക്ക് അതിൽ താല്പര്യമില്ല, ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള നിലപാടെടുക്കുന്നത് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുകയില്ല. അതെ, വളരെയധികം നന്ദി ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിൽ. കോവിഡ് പ്രതിരോധം വിലയിരുത്താൻ രാജ്യവ്യാപക മോക്ക് ഡ്രിൽ ഇന്ന് സംഘടിപ്പിച്ചു വരികയാണ്. ഓക്സിജൻ ലഭ്യത അടക്കം ഉറപ്പാക്കും. ഓക്സിജൻ പ്ലാന്റ്, വെന്റിലേറ്റർ സൗകര്യം, നിരീക്ഷണ വാർഡുകൾ, ജീവനക്കാരുടെ എണ്ണം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കാനാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് കോവിഡ് പ്രതിരോധ ചികിത്സാ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പരിശോധനയ്ക്ക് ജില്ലാ കളക്ടർമാരാണ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. മോക്ക് ഡ്രിൽ റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോട് തന്നെ കോവിഡ് ഇന്ത്യ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് ഭവ്യ പാർവതിയും അജിത് ബാബുവും സൂര്യ വിനീഷും നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.